പ്രവാചക നിന്ദയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞെന്നാരോപിച്ച് മധ്യപ്രദേശിൽ ആഡംബര വീടും വാഹനങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ഛത്തർപൂർ പോലീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി നടത്തിയ ബുൾഡോസർ രാജിലാണ് കോൺഗ്രസ് നേതാവ് ഹാജി ഷഹസാദ് അലിയുടെ ബംഗ്ലാവും കാറുകളും ഉൾപ്പെടെ തകർത്തത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ മോഹൻ യാദവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള സദ്ഗുരു ഗംഗാഗിരി മഹാരാജ് സംസ്ഥാന്റെ തലവൻ രാംഗിരി മഹാരാജ് കഴിഞ്ഞ ആഴ്ച നാസിക് ജില്ലയിലെ ഷാപഞ്ചാലെ ഗ്രാമത്തിൽ നടത്തിയ ഹിന്ദുമത ചടങ്ങിനിടെയാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്കും ഇസ്ലാമിനുമെതിരെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചും വിദ്വേഷ പ്രാസംഗികനെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ബുധനാഴ്ച വൈകിട്ട് ഛത്തർപൂർ ജില്ലയിലെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ ഒരു സംഘം മുസ്ലിങ്ങൾ പരാതി നൽകാനെത്തിയിരുന്നു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായപ്പോൾ കല്ലെറിഞ്ഞെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. കല്ലേറിൽ സ്റ്റേഷൻ ഇൻചാർജ് അരവിന്ദ് കുഞ്ചൂർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റതായും ആരോപണമുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. 150-ലേറെ പേർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിന്റെ പേരിലാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഹാജി ഷഹസാദ് അലിയുടെ ആഡംബര ബംഗ്ലാവ് തകർത്തത്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ രാപ്പകൽ പ്രതിഷേധം നടത്തുകയും സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നടപടി വേണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിനു പിന്നാലെ പോലീസും ഉദ്യോഗസ്ഥരും ബുൾഡോസറുമായെത്തി കോൺഗ്രസ് നേതാവിന്റെ ബഹുനില വീടും വാഹനങ്ങളും തകർക്കുകയായിരുന്നു. വീടിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന പോലീസ് അനധികൃത നിർമ്മാണമെന്ന് പറഞ്ഞാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. വീട് സമ്പൂർണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. സമീപ ജില്ലകളിൽ നിന്ന് അധിക സേനയെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും എത്തിച്ചാണ് വീട് തകർത്തത്. മെഡിക്കൽ സംഘവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടി വരികയാണെന്നും കർശന നടപടിയെടുക്കുമെന്നും ഛത്തർപൂർ പോലീസ് സൂപ്രണ്ട് അഗം ജെയിൻ വ്യക്തമാക്കി. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. 30-ലേറെ പേരെ കസ്റ്റഡിയിലെടുത്തതായും SP വ്യക്തമാക്കി. സംഭവശേഷം SP അഗം ജെയിൻ, ജില്ലാ കലക്ടർ പാർത്ത് ജയ്സ്വാൾ, ഛത്തർപൂർ റേഞ്ച് DIG ലളിത് ഷാക്യാവാർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പോലീസ് നഗരത്തിൽ ഫ്ലാഗ് മാർച്ച് നടത്തി. പ്രദേശത്ത് കനത്ത പോലീസ് സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രവാചക നിന്ദ നടത്തിയതിന് മഹാരാജിനെതിരെ മഹാരാഷ്ട്രയിലെ താനെ, പൂനെ തുടങ്ങിയ വിവിധ ജില്ലകളിൽ കേസെടുത്തിരുന്നെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ വിദ്വേഷ പ്രാസംഗികനുമായി വേദി പങ്കിട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തെ പുകഴ്ത്തിയതും വിവാദമായിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.